ബൽറാം നെടുങ്ങാടി കൂടി ചേരുകയാണ്. ബൽറാം, വിവിധ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളുടെ അവരുടെ ആവശ്യങ്ങളോടും അവരുടെ പ്രതിഷേധ സാഹചര്യത്തോടും ഒക്കെ അനുഭാവം പ്രഖ്യാപിച്ചിരുന്നു. പലരും അതിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞവർ പോലുമുണ്ട്. അപ്പോൾ ഈ മട്ടിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആരെങ്കിലുമൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, നിരവധി പേർ സാമൂഹ്യ പ്രവർത്തകർ, ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ അടക്കമുള്ളവർ വിജിത് ദീപ്കെ പ്രഖ്യാപിച്ച ഈ ഒരു പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നും ദേശീയ മഹിളാ ഫെഡറേഷന്റെ മറ്റ് നേതാക്കളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തേക്കുമെന്നും ആനി രാജ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ പ്രതിനിധികളെ ഈ പ്രതിഷേധത്തിനായി അയക്കുന്നുണ്ട്. SFIയും AISFന്റെയും പ്രതിനിധികൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. SFIയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഐഷി ഘോഷ് ആയിരിക്കും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുക. അതേസമയം ഐസ പൂർണ്ണ പിന്തുണയാണ് ഈ പ്രതിഷേധത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരവധി പേർ, അവരുടെ പ്രവർത്തകർ അടക്കമുള്ളവർ നിരവധി പേർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകും. എന്നാൽ ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പരസ്യമായ ഒരു പിന്തുണ ഈ പ്രതിഷേധത്തിന് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ആം ആദ്മി പാർട്ടിയുടെ വലിയ പങ്കാളിത്തം ഈ പ്രതിഷേധത്തിന് ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഡൽഹി പോലീസിന് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെ ആം ആദ്മിയുടെ വലിയ പങ്കാളിത്തം ഈ പ്രതിഷേധത്തിൽ ഉണ്ടാകുമെന്നാണ്. ഡൽഹിയിൽ ഏറ്റ കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വലിയ പരിപാടികളൊന്നും തന്നെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ സംഘടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിൽ ആം ആദ്മി പാർട്ടിയുടെ വലിയ പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. ഒപ്പം തന്നെ പഞ്ചാബിൽ നിന്നും വലിയ പങ്കാളിത്തം ഈ പ്രതിഷേധത്തിന് ഉണ്ടാകുമെന്നും റിപ്പോർട്ട് ഉണ്ട്. വിദ്യാർത്ഥി സംഘടനകളടക്കം പഞ്ചാബിൽ നിന്നും ഈ പ്രതിഷേധത്തിനായി പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഡൽഹി പോലീസിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നതും. പിന്നീട് ഇതിൽ കൂടുതലായി ആരെല്ലാം പങ്കെടുക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി മാറുക. സോനം വാങ്ചുക്ക് ഈ പ്രതിഷേധത്തിന് ആദ്യഘട്ടം മുതൽ തന്നെ പിന്തുണ പ്രഖ്യാപിക്കുകയും താൻ ജന്തർ മന്ദിറിൽ എത്തും എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ആരെല്ലാം എന്നുള്ളത് ഈ പാർട്ടിയുടെ ഭാവിയെ പോലും പോലും നിർണായകമായി മാറുന്ന ഒരു കാര്യമാണ്. അതേസമയം പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പങ്കാളിത്തം ഈ പ്രതിഷേധത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. രാവിലെ 6:30-7 മണി മുതൽ തന്നെ ജന്തർ മന്ദിറിലും പരിസരത്തുള്ള സമാന്തരമായുള്ള പാർലമെന്റ് സ്ട്രീറ്റിലും ഒറ്റയ്ക്കായും കൂട്ടമായും ഈ പ്രവർത്തകർ CJP അനുഭാവികൾ എത്തിച്ചേർന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഡൽഹി വിമാനത്താവളത്തിലും വലിയ ആൾക്കൂട്ടം ഇല്ലെങ്കിൽ പോലും CJPയെ പിന്തുണയ്ക്കുന്ന നിരവധി പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം കണക്കാക്കി തന്നെയാണ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പതിവില്ലാത്ത രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ബാരിക്കേഡുകൾ നിരത്തിയിരിക്കുന്നു. ന്യൂഡൽഹി മേഖലയെ സംബന്ധിച്ചിടത്തോളം 12 സോണുകളായി തിരിച്ചുകൊണ്ട് 12 DCPമാർക്ക് ചുമതല നൽകിയിരിക്കുന്നു. 950 CA റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി ന്യൂഡൽഹി മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റ് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരുടെ വീടുകൾക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഡൽഹിയിലെ പ്രവേശന കവാടങ്ങളിൽ അതിർത്തി മേഖലയിലും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി അല്ലെങ്കിൽ രാജ്യം ഇതുവരെ പരിചയിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് വേദിയാകുന്നത്. രജിസ്റ്റർ ചെയ്യാത്ത ഒരു സംഘടന അവർ ഇതുവരെയും ഓൺലൈനായി നടത്തിയ പ്രവർത്തനം, അതിലൂടെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞു. 2.25 കോടിയിലേറെ പിന്തുണ സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ച ഒരു സംഘമാണ് പരസ്യമായ പ്രതിഷേധത്തിന് ജന്തർ മന്ദിറിൽ പരമ്പരാഗത രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് തെരുവിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പേർ അതിൽ പങ്കെടുക്കും എന്നുള്ളത് ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള സാധ്യതകളും നിലവിൽ ഇല്ല. എത്ര പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർക്ക് പോലും പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം കണക്കാക്കി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതിലെ പങ്കാളിത്തവും ഇത് പ്രകോപനപരമായി പോകാനുള്ള സാധ്യതയും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പ്രതിഷേധത്തിന് അനുമതി നൽകാനുള്ള പോലീസിന്റെ തീരുമാനം. സാധാരണ രീതിയിൽ 7 ദിവസം മുമ്പ് അനുമതി തേടണം. കൂടാതെ മണിക്കൂറുകൾ മാത്രമാണ് അനുമതി നൽകുക. എത്ര പേർ പങ്കെടുക്കുമെന്ന് നേരത്തെ എഴുതി നൽകണം തുടങ്ങിയ ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട് ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിന്. എന്നാൽ ഈ ഒരു പ്രതിഷേധത്തിന് അത്തരത്തിലുള്ള യാതൊരു
യാതൊരു ചട്ടങ്ങളും നോക്കാതെയാണ് ഡൽഹി പോലീസ് അനുമതി നൽകിയിരിക്കുന്നത്. പ്രതിഷേധക്കാരെ പ്രകോപിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം ഉന്നത തലത്തിൽ നിന്നും പോലീസിന് നൽകിയിരുന്നു. കൂടാതെ സമാധാനപരമായി പ്രതിഷേധം കൊണ്ടുപോകാനുള്ള സഹകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും പ്രതിഷേധക്കാരോട് മാന്യമായി തന്നെ പെരുമാറണമെന്നുള്ള കർശന നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട്. അതേസമയം പ്രതിഷേധക്കാരെ സംബന്ധിച്ചിടത്തോളവും കൃത്യമായ ആഹ്വാനം കഴിഞ്ഞ ദിവസം തന്നെ CJP നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം സമാധാനപരമായി പ്രതിഷേധിക്കണമെന്നും തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു പുസ്തകവും ദേശീയ പതാകയും കയ്യിൽ കരുതണം എന്നുള്ളതാണ്. ഇതുകൂടാതെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ പാലിക്കണം. എന്തെങ്കിലും അട്ടിമറി ശ്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കണം. അതിൽ ആരാണ് കുറ്റക്കാർ അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. ചട്ടവിരുദ്ധമായി എന്തെങ്കിലും കണ്ടാൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. കൂടാതെ ഡൽഹിയിലെ കനത്ത ചൂട് പരിഗണിച്ചുകൊണ്ട് തന്നെ വെള്ളം ഉൾപ്പെടെ കയ്യിൽ കരുതണം, സൺസ്ക്രീനുകൾ ഉപയോഗിക്കണം തുടങ്ങിയ വിശദമായ ഒരു നിർദ്ദേശമാണ് ഈ CJP അണികൾക്ക് നൽകിയിരിക്കുന്നത്. തീർത്തും സമാധാനപരമായി അംബേദ്കറിന്റെയും മഹാത്മാഗാന്ധിയുടെയും പാതയിലൂടെയുള്ള പ്രതിഷേധമാകും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നാണ് CJP അറിയിച്ചത്. കഴിഞ്ഞ ദിവസം 24-നോട് സംസാരിച്ച CJPയുടെ വക്താക്കൾ അശുതോഷ് റാങ്കയും ഒപ്പം തന്നെ സൗരവ് ദാസും ഇക്കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചിരുന്നു. ഇന്ന് മാധ്യമങ്ങളെ രാവിലെ കണ്ട ഘട്ടത്തിലും ഇത് മാത്രമാണ് CJP വക്താക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധം അത് സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഈ ഒരു സംഘത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളവും പോലും നിർണായകമായി മാറും. അതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധ സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതൊരു കൃത്യമായ ആസൂത്രിതമായ ഒരു സംഘടനയല്ല. രജിസ്റ്റേർഡ് ആയ പ്രസിഡന്റോ സെക്രട്ടറിയോ മറ്റ് പദവികളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ആൾക്കൂട്ടമാണെങ്കിലും പരമാവധി ചിട്ടയോടെ അച്ചടക്കത്തോടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് സംഘാടകരുടെ ലക്ഷ്യം. അത് ഇതുവരെയും തീർത്തും സമാധാനപരമായി തന്നെയാണ് ആ പ്രതിഷേധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.